മദ്യപിച്ചെത്തിയ ശേഷം വീട്ടിൽ പൂട്ടിയിട്ടാണ് അച്ഛനെ ക്രൂരമർദ്ദനമെന്നും മർദ്ദനത്തിന് ശേഷം രാത്രി വീട്ടിൽ നിന്നും പുറത്തിറക്കി വിടുമെന്നും അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പെൺകുട്ടി അച്ഛനെതിരെ പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പെൺകുട്ടിയുടെ ഫോണിലൂടെയുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. പെൺകുട്ടിയുടെ കൈക്കും മുഖത്തിനും കാലിനുമടക്കം മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വിദ്യാർത്ഥിയെ കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ കുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്കും SP-ക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. അച്ഛന്റെ ക്രൂരമർദ്ദനത്തിൽ മനംനൊന്താണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ജീവനൊടുക്കാൻ ശ്രമിച്ചത്. നെയ്യാറ്റിൻകരയിലാണ് മദ്യപാനിയായ അച്ഛന്റെ ക്രൂരമർദ്ദനത്തിൽ മനംനൊന്ത 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ പെൺകുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും ഒരു ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. അച്ഛൻ മദ്യപിച്ച ദിവസവും അമ്മയെയും തന്നെയും ക്രൂരമായി മർദ്ദിക്കും എന്നാണ് പെൺകുട്ടി മൊഴി നൽകിയത്. മദ്യപിച്ചെത്തിയ ശേഷം വീട്ടിൽ പൂട്ടിയിട്ടാണ് അച്ഛൻ ക്രൂരമായി മർദ്ദിക്കുന്നതെന്നും മർദ്ദനത്തിന് ശേഷം രാത്രി വീട്ടിൽ നിന്നും പുറത്തിറക്കി വിടുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് പെൺകുട്ടി പറയുന്നത്. ഇത് സംബന്ധിച്ച പെൺകുട്ടിയുടെ ഫോണിലൂടെയുള്ള ശബ്ദ സന്ദേശവും പുറത്തു വന്നു. പെൺകുട്ടിയുടെ കൈക്കും മുഖത്തിനും കാലിനും അടക്കം ഈ ഒരു മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വിദ്യാർത്ഥിയെ കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ കുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്കും SP-ക്കും വനിതാ കമ്മീഷനും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിലാണ് ഇത്തരത്തിൽ അച്ഛന്റെ ക്രൂരമർദ്ദനത്തിൽ മനംനൊന്ത് ഒരു വിദ്യാർത്ഥിനി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ കുട്ടിയെ ആശുപത്രിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൈക്കും മുഖത്തിനും കാലിനും അടക്കം ഈ ഒരു മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ കുട്ടിയുടെ അമ്മ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം. ഈ ഒരു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇത്തരത്തിൽ ഈ ഒരു മോക്ക് ഇത്തരത്തിൽ ഒരു ക്രൂരമർദ്ദനം ഏറ്റിട്ടുണ്ട് എന്ന കാര്യം താങ്കളുമായി പങ്കുവച്ചിരുന്നു. മോളിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഹലോ, ഈ ഒരു മർദ്ദനത്തിന്റെ വിവരം കുട്ടി നിങ്ങളുമായി പങ്കുവച്ചിരുന്നോ? ഈ അച്ഛൻ ക്രൂരമായി തന്നെ മർദ്ദിക്കുന്ന വിവരങ്ങൾ നേരത്തെ പങ്കുവച്ചിട്ടുണ്ടോ നിങ്ങളായിട്ട്? വീട്ടിൽ ഞാനും കൂടെ ഉള്ളപ്പം തന്നെയാണ് മർദ്ദിക്കുന്നത് കുട്ടിയെ. തീർച്ചയായും ഇപ്പോൾ കുട്ടിയുടെ മുഖത്തിനും കാലിനും അടക്കം ഗുരുതരമായി തന്നെയാണ് പരിക്കേറ്റിരിക്കുന്നത്. നിലവിൽ കുട്ടിയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഇപ്പം മോള് ലൈസോൾ കുടിച്ച് ഹോസ്പിറ്റലിലാണ്, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആണ്. ഈ ഒരു സംഭവത്തിൽ യഥാർത്ഥമായിട്ട് എന്താണ് സംഭവിച്ചത്? ഈ അച്ഛനെ മർദ്ദനത്തിൽ മനംനൊന്താണോ കുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? ഇത് ഈ ലൈസോൾ കുടിച്ച ദിവസം മോള് അവിടെ എലവുമൂട് റോഡ് വരെ അച്ഛൻ ഓട്ടിച്ചായിരുന്നു, അടിക്കാൻ വേണ്ടിയിട്ട് ഓട്ടിച്ചായിരുന്നു. നീ നിനക്ക് പോയി മരിച്ചുകൂടെ, അല്ലെങ്കിൽ നിന്നെ കൊല്ലും ഞാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു മനോവിഷമത്തിലാണ് മോള് പെട്ടെന്ന് ലൈസോൾ കുടിച്ചത്. ആ സമയം മോൾ അച്ഛനുണ്ടായിരുന്നു വീട്ടിലും, ഞാനും ഉണ്ടായിരുന്നു. പിന്നെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്നാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പോയപ്പോൾ പെട്ടെന്ന് മെഡിക്കലിലോട്ട് കൊണ്ടുപോകാൻ പറയാം. അങ്ങനെ ഇപ്പൊ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് 3 ദിവസമായിട്ട്. നിലവിലിപ്പോ കുട്ടിയുടെ ആരോഗ്യാവസ്ഥയിൽ ഡോക്ടർമാരുടെ പ്രതികരണം എന്താണ്? ഇപ്പം മോക്ക് ഇന്ന് എൻഡോസ്കോപ്പി എടുത്തായിരുന്നു. ഇപ്പം കുഴപ്പമില്ല. ഇന്ന് ഫുഡ് കൊടുത്തു, കഞ്ഞി കൊടുത്തു, പിന്നെ ഒമിറ്റൊന്നും ചെയ്തിട്ടില്ല അതിനുശേഷം. തീർച്ചയായും ഇതിനു മുമ്പും സമാനമായ രീതിയിൽ നിങ്ങളെയും അതുപോലെ തന്നെ കുട്ടിയടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ടോ? ഉണ്ടായിട്ടുണ്ടായിരുന്നു. നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ ഞാൻ 4 പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും എനിക്ക് ഒരു നീതിയും കിട്ടിയിട്ടില്ല. ഇപ്പൊ 2 മാസമായി ഒരു പരാതി കൊടുത്തു. അപ്പൊ അനീഷ് എന്ന് പറഞ്ഞ ഒരു SI ഉണ്ടായിരുന്നു. അപ്പൊ ആ സാറാണ് വിളിച്ച് ഇയാളെ പുള്ളിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഒരു വാണിംഗ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, എഴുതി വെപ്പിച്ച്. അത് കഴിഞ്ഞ് വീണ്ടും പുള്ളിക്കാരൻ ബഹളം വെച്ചു. അപ്പൊ ഞാൻ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ വീണ്ടും അനീഷ് സാറ് വിളിച്ചു വരുത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോടതിയിലോട്ട് ആക്കാമെന്ന് പറഞ്ഞു, രജിസ്റ്റർ ചെയ്തു. പക്ഷെ 2 മാസത്തിനകത്ത് അതിന്റെ പേപ്പർ വരുമെന്ന് പറഞ്ഞു. ഇപ്പൊ 2 മാസം ആയിട്ടില്ല. അതിന് മുന്നെയാണ് വീണ്ടും മിനിങ്ങാന്ന് മോളിങ്ങനെ മർദ്ദിക്കാൻ ഓട്ടിച്ചതും മോളിങ്ങനെ ഒരു കൃത്യം ചെയ്തത്. തീർച്ചയായും ദാരുണമായ സംഭവം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ശബ്ദ സന്ദേശത്തിൽ ഈ ഒരു കുട്ടിയുടെ പിതാവ് അടക്കം പറയുന്നുണ്ട്, കുട്ടിയുടെ അവസ്ഥ പറയുമ്പോഴും കുട്ടി മരിച്ചു പോകട്ടെ അല്ലെങ്കിൽ മരിക്കട്ടെ എന്നടക്കമുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. മുൻപും സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ കുട്ടി ഇതുപോലെ എന്തെങ്കിലും ആത്മഹത്യ അല്ലെങ്കിൽ ജീവനൊടുക്കാൻ അടക്കമുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? അതോ ഇപ്പോൾ ഈ ഒരു മർദ്ദനം സഹിക്കവയ്യാതെയാണോ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഇത്രയും ഈ ഒരു അവസ്ഥ ഈ ഒരു ജീവനൊടുക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് ശ്രമിച്ചത്?
തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ഈ ഒരു മദ്യപാനിയായ അച്ഛൻ്റെ ക്രൂരമർദ്ദനത്തിൽ മനംനൊന്ത് ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. കുട്ടിയുടെ അമ്മയുടെ പ്രതികരണമാണ്. അമ്മയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നത്. ഈ ഒരു നിരവധി തവണ ഇതിനു മുമ്പും സമാനമായ രീതിയിൽ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ട് എന്നതാണ് അമ്മ പറയുന്നത്. ഈ ഒരു സംഭവം കുട്ടിയുടെ പിതാവിനോട്, കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് പോലും കുട്ടിയുടെ പിതാവുമായി സംസാരിച്ച സമയത്തുള്ള ശബ്ദ സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിലടക്കം കുട്ടിയുടെ അവസ്ഥ പറയുമ്പോൾ പോലും കുട്ടി മരിക്കട്ടെ, അല്ലെങ്കിൽ കുട്ടി ഒരു മനസാക്ഷിയില്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു പിതാവിൻ്റെ പ്രതികരണം പുറത്തു വന്നത്. ഇപ്പോൾ കുട്ടിയുടെ മാതാവ് നമ്മളോടൊപ്പം ചേരുന്നു. ഈ സമാനമായ രീതിയിൽ കുട്ടി ഇതിനു മുമ്പ് ഇത്തരത്തിൽ ജീവനൊടുക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കടുങ്കൈ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. ഇപ്പൊ മാനസികമായി അവൾ വളരെ വിഷമത്തിലായിരുന്നു. ഇങ്ങനെ അച്ഛൻ പല പ്രാവശ്യം ഇങ്ങനെ പറയുമായിരുന്നു, നീ പോയി മരിക്കെന്ന് പറയുമ്പോൾ അവൾ പല പ്രാവശ്യം എൻ്റെ അടുത്ത് പറയുമായിരുന്നു, അമ്മ എനിക്ക് വിഷമാവുന്നുണ്ട്, ജന്മം തന്ന അച്ഛൻ തന്നെ ഇങ്ങനെ പറയുകയാണല്ലോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു നിമിഷം പെട്ടെന്ന് അവൾക്ക് എന്തോ മെനിയാന്ന് ഭയങ്കര വിഷമം തോന്നി. അവൾ ആ ഒരു നിമിഷത്തെ വിഷമത്തിലാണ് ഇങ്ങനെ ചെയ്തത്. തീർച്ചയായും ഇപ്പോൾ വീട്ടിൽ ഈ മർദ്ദനത്തിന് ശേഷം രാത്രി അടക്കം വീട്ടിൽ നിന്നും പുറത്തിറക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പെൺകുട്ടി പറഞ്ഞതായി നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തിന്റെ വാസ്തവം എന്താണ്? ഇത്തരത്തിൽ ഈ മർദ്ദനത്തിന് ശേഷവും കുട്ടിയെ പുറത്താക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ടോ? ഇടയ്ക്ക് മദ്യപിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉപദ്രവിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കാറുണ്ട്. എന്നിട്ട് ആള് കതവും പൂട്ടി കിടന്നുറങ്ങും. രാത്രി 12 മണിക്കും 2 മണിക്കും ഒക്കെയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ അയൽവക്കത്തുള്ള ഏതെങ്കിലും വീടുകളിലാണ് പോയി കിടക്കുന്നത്. അങ്ങനെ പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നമ്മളെ പുറത്താക്കരുത്, ഞങ്ങൾക്ക് ഒരു പെൺകുട്ടിയാണ്, അപ്പൊ നമുക്ക് ഇന്ന് മറ്റൊരു വീട്ടിലും ഇങ്ങനെ പോയി പെൺകുട്ടിയും കൊണ്ടുവച്ച് കിടക്കാൻ പറ്റിയ സാഹചര്യം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും അത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. രാത്രി സമയങ്ങളിൽ പുറത്താക്കുക, മദ്യപിച്ചുകൊണ്ട് ദേഹോപദ്രവം ചെയ്യുക. അപ്പൊ ഞങ്ങളിൽ ചില ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു, ഉപദ്രവിച്ചതിന്റെയും തലയടിച്ച് പൊട്ടിച്ചതിന്റെയും ഒക്കെ ഉണ്ട്. ആ ഫോട്ടോസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇപ്പം നമ്മളെ ഉപദ്രവിക്കുന്നതെന്ന് വെച്ചാൽ ഇടുക്കിയൊക്കെയാണ് ചെയ്യണത്. അതായത് ദേഹോപദ്രവം എന്ന് പറയുമ്പോൾ നമ്മളെ മുറിവില്ലാത്ത രീതിയിലുള്ള ഉപദ്രവമാണ് ഇപ്പം ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്കും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മർദ്ദനം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ടോ? ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. എന്റെ തലയടിച്ച് പൊട്ടിച്ച് 5 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്, കൈ അടിച്ചൊടിച്ചിട്ടുണ്ട്, പിന്നെ എന്റെ കണ്ണിന് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം തരണം ചെയ്ത് വീണ്ടും ഞാൻ അവിടെ താമസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ വീടില്ല പോയി താമസിക്കാൻ, വേറെ വാടക കൊടുക്കാനുള്ള നിവർത്തിയില്ല. ഞാനിവിടെ നെയ്യാറ്റിൻകര വിശ്വഭാരതി സ്കൂളിലാണ് ജോലി ചെയ്യണം, വാനിലാണ് പോകുന്നത്. അപ്പൊ എനിക്ക് അവിടെ 7,000 രൂപ ശമ്പളം കിട്ടും. അപ്പൊ ആ പൈസ വെച്ച് എനിക്ക് വാടകയും കൊടുത്ത് വീട്ടുകാരിയോ മോളുടെ പഠിത്തം എല്ലാം കൂടെ പറ്റൂല. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും മാറിപ്പോവാതെ ഇവിടെ തന്നെ ഈ അടിയിടി എല്ലാം ക്രൂരമർദ്ദനം സഹിച്ച് കിടക്കുന്നത്. പക്ഷെ ഇനിയെങ്കിലും നമുക്കൊരു നീതി വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ മോൾ ഇനിയും ഒരു കടുംകൈ ചെയ്യുമോ എന്നുള്ളതിൽ എനിക്ക് ഉറപ്പില്ല. കാരണം ഇനിയും ഇയാള് ഇതുപോലെ ഉപദ്രവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇറങ്ങിപ്പോവാൻ വേറെ വീടില്ല. പിന്നെ എനിക്ക് വേറെ അച്ഛനോ സഹോദരങ്ങളോ അങ്ങനെ വേറെ ആരുമില്ല ഇയാളോട് വന്ന് ചോദിക്കാം. അപ്പൊ ഇയാൾ എപ്പോഴും പറയും, നിന്നെയും നിന്റെ മോളെയും കൊന്നിട്ടാ പോലും ഇവിടെ വന്ന് ചോദിക്കാൻ ആരുമില്ല. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്. തീർച്ചയായും വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് കുട്ടിയുടെ അമ്മ നമ്മളോടൊപ്പം പങ്കുവച്ചത്. ഏതായാലും ഈ ഒരു കുട്ടി പൂർണ്ണ ആരോഗ്യവതിയായി തന്നെ തിരികെ എത്തട്ടെ, നമുക്ക് ശുഭപ്രതീക്ഷ തന്നെ ഇരിക്കാം. വളരെയധികം നന്ദി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ഇത്തരത്തിൽ മദ്യപാനിയായ അച്ഛൻ്റെ ക്രൂരമർദ്ദനത്തിൽ മനംനൊന്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ജീവനൊടുക്കാൻ ശ്രമിച്ചത്.